അതിനെക്കുറിച്ചൊന്നും ചർച്ച നടത്താൻ നമ്മുടെ മന്ത്രിമാർക്ക് സമയമില്ല. വൈദ്യുതി മന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു, എപ്പോഴാണ് ഈ പ്രതിസന്ധി തീരുക? അദ്ദേഹം പറഞ്ഞത്, ഇതൊന്നും എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല എന്നാണ്. ഇതൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിലൊന്നും ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിൽ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പണി മാറ്റിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോകണം മിസ്റ്റർ. നിങ്ങൾ എന്തിനാണ് ഈ മന്ത്രി പദവിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? ഇങ്ങനൊരു കഴിവുകെട്ട മന്ത്രി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രതിസന്ധി എപ്പോ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ മന്ത്രിസഭയുടെ, ഈ മന്ത്രിമാരുടെ എല്ലാം നിലവാരം താഴോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർ എന്തിലാ കഴിവ് തെളിയിക്കുന്നത്? കഴിവ് തെളിയിക്കുന്നുണ്ട്. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അധികം വന്ന വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മന്ത്രിമാർ പോവുകയോ മന്ത്രിമാരെ വിളിക്കുകയോ അവരുടെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്താനോ ഉള്ള കഴിവ് ഇവർ തെളിയിക്കുന്നില്ല. മറിച്ച് അവരുടെ അധികാരത്തിന്റെ ഇടനാഴികളിൽ അവരുടെ ആശ്രിത വത്സരന്മാരെ, ബന്ധുക്കളെ, അളിയന്മാരെ എല്ലാം നിയമിക്കാൻ വേണ്ടിയിട്ട് നല്ല ജാഗ്രത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. RSSുമായി ഉണ്ടാക്കിയ ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, പ്രോസിക്യൂട്ടർമാരായിട്ടുള്ള നിയമനം, പ്ലീഡർമാരുടെ നിയമനം, അതെല്ലാം RSSന്റെ ആസ്ഥാനത്ത് നിന്ന് കൊടുത്തുവിടുന്ന ലിസ്റ്റ് അനുസരിച്ചും നിയമനം നടത്താനുള്ള ജാഗ്രത ഇവർ കാണിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിലേക്ക് അധികം പോകുന്നില്ല. എല്ലാ ചട്ടങ്ങളും മറികടന്ന്, എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് ഇല്ലാത്ത പോസ്റ്റുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ, സ്പെഷ്യൽ പ്ലീഡർമാരെ നിയമിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ഇച്ഛാശക്തി എല്ലാം ഇവർ കാണിച്ചല്ലോ. എന്തൊരു ജാഗ്രതയാണ് അക്കാര്യത്തിൽ. അതിലൊരു പകുതി ശ്രദ്ധ കർണാടകയിലെ ഗവൺമെന്റുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി, ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തി അല്പം വൈദ്യുതി ഇങ്ങോട്ട് കടമായി വാങ്ങിക്കാൻ, അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കാൻ എന്തെങ്കിലും ശ്രദ്ധ കാണിക്കുന്നുണ്ടോ? ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. നിങ്ങൾ നോക്ക്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകം ഈ സതീശൻ മേനോൻ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഇടപെടലുകൾ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. വാക്കാണ് പ്രധാനം എന്നാ പറഞ്ഞത്. ഏത് വാക്കാ നിങ്ങൾ പാലിച്ചത്? സതീശന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ആളുകളല്ല പറഞ്ഞത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KSUക്കാർ പറയുന്നു ഈ ഭരണം സമ്പൂർണ്ണ പരാജയം എന്ന്. കോൺഗ്രസിന് വേണ്ടി ഇലക്ഷൻ നാളുകളിൽ ടെലിവിഷൻ ചാനൽ റൂമിൽ വന്നിരുന്നിട്ട് വല്ലാതെ ന്യായീകരണ തൊഴിലാളികളുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും മൂത്ത കോൺഗ്രസിന്റെയും വക്താക്കൾ എന്ന ലേബൽ ഒട്ടിച്ച് വന്നിരുന്ന ആളുകൾ. അവരിൽ പലരും പറയുന്നു ഈ ഭരണത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു.